ഹമാസിനെതിരെയുള്ള ഭീഷണി തുടർന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമാധാന കരാർ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഹമാസിനെ ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പ്. ട്രൂത്ത് സോഷ്യൽ വഴിയായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഇതിനിടെ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലും സമാധാന പദ്ധതിയും സുഗമമായി മുന്നോട്ടു പോകുമെന്ന് യുഎസ് വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് വ്യക്തമാക്കി. ഇസ്രായേൽ ഹമാസ് സംഘർഷങ്ങൾ വീണ്ടും രൂക്ഷമാകുന്നതിനിടെ ജെഡി വാൻസ് ഇസ്രായേലിൽ എത്തി. President Trump's historic peace plan in the Middle East, and things are going, frankly, better than I expected that they were. This is a very, very tough situation. You have two peoples, two enemies who have fought a very tough conflict against each other. You have a terrorist organization on one hand that murdered a lot of innocent people. You've got an Israeli army that was defending itself on the other that has learned a lot over the past couple of years. And then, of course, you have an innocent civilian population in Gaza that's caught in the middle. It is a focus of everybody here to get those bodies back home to their families so that they can have a proper burial. Now, that said, this is difficult. This is not going to happen overnight. Some of these hostages are buried under thousands of pounds of rubble. Some of the hostages, nobody even knows where they are. That doesn't mean we shouldn't work to get them, and that doesn't mean we don't have confidence that we will. It's just a reason to counsel in favor of a little bit of patience. അജയ് സുധാ ബിജു ഉണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, ഗുഡ് മോർണിംഗ്. ഈ ഗാസ സമാധാന പദ്ധതിയിൽ നിന്നും കരാറിലെ വ്യവസ്ഥയിൽ നിന്നുമൊക്കെ ഹമാസും ഇസ്രായേലും ഒക്കെ പിന്നോട്ട് നടക്കുകയാണ്. ആക്രമണം വീണ്ടും രൂക്ഷമാകുന്ന സാഹചര്യം. പക്ഷെ അപ്പോഴും പ്രതീക്ഷ കൈവിടുന്നില്ല അമേരിക്ക എന്നാണോ? ഈ ട്രംപിന്റെ ഭീഷണിയൊക്കെ വില പോകുമോ ഇനി? ആര്യ, ഈ സമാധാന കരാർ നിലവിൽ വന്നപ്പോൾ തന്നെ അതിൻ്റെ വ്യവസ്ഥകളെപ്പറ്റി പല ആശങ്കകളും നിലനിൽക്കുന്നുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഈ ബന്ദികളെ കൈമാറുന്നതും അതുപോലെ തന്നെ ഈ മൃതദേഹങ്ങൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കൃത്യമായ സമയപരിധി ഇവർക്കിടയിൽ നിശ്ചയിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ഈ ഹമാസിൻ്റെ നിരായുധീകരണം ഇത് സംബന്ധിച്ചും വ്യക്തമായിട്ടുള്ളൊരു ധാരണ അതുണ്ടായിരുന്നില്ല. എത്ര സമയം കൊണ്ട് നിരായുധീകരിക്കണം എന്നുള്ള കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തതയില്ലായിരുന്നു. അപ്പോൾ ഇതേ തുടർന്നുള്ള പ്രശ്നങ്ങൾ അത് ഇപ്പോഴും ഈ ഗാസ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനിടയിലാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ, ഇപ്പോൾ ഇസ്രായേലിനുമിടയിലും അതുപോലെ തന്നെ ഇപ്പോൾ ഹമാസിനുമിടയിലും സംഘർഷങ്ങൾ കഴിഞ്ഞ ദിവസം രൂക്ഷമായി വന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഈ ഗാസയിലെ പല മേഖലകളിലും ഈ എയർ സ്ട്രൈക്ക് ഉൾപ്പെടെ നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇത് നിരവധി പേരുടെ മരണത്തിലേക്ക് ഉൾപ്പെടെ നയിച്ചു. റഫ അതിർത്തിയിൽ 2 ഇസ്രായേലി സൈനികർ ഹമാസിൻ്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു. എന്നാൽ ഹമാസ് ഇത് നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ നിരവധി സംഘർഷങ്ങൾ മേഖലയിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം ഇസ്രായേൽ ഇതുവരെ 100 പലസ്തീനികളെ കൊന്നു എന്നാണ് ഇപ്പോൾ അനൗദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്.